അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. ഫസ് അലു അഹ്ല ദിക്ർ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ. അലാ ലാ യുസല്ലീന അഹദുനിൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. അതിന്റെ അർത്ഥം നോക്കൂ. ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. നിങ്ങൾ ആ ഭാഗത്തിന്റെ അതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ. സ്വഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി. ബനു ഖുറൈളയിൽ എത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല. ചിലർ പറഞ്ഞു. ചിലർ നിസ്കരിച്ചു. ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈളയിൽ എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറഞ്ഞത്. ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. ഇരു വിഭാഗത്തിന്റെ തീരുമാനത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഇപ്രകാരം ഗവേഷണം നടത്തുന്നവരായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ജിബ്രീൽ അലൈഹിസലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനീയങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതിന്റെ അർത്ഥം നോക്കൂ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയാണ്, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു, തിരുചര്യ അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും. ഞാൻ വീഴ്ച വരുത്തുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടിപ്പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർള റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതൻ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. അപ്പൊ നിങ്ങൾ അതിന്റെ അർത്ഥമൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇവിടെ ഞാൻ പാഠം മാത്രമാണ് വായിക്കുന്നത്. നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. ബാക്കി നോക്കൂ. മുജ്തഹിദുകൾ താഴെ പറയുന്ന യോഗ്യതകൾ ഉള്ളവരായിരിക്കണം. ഇനി ആ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. 1. ഖുർആനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 2. ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 3. ഖിയാസിലും അതിന്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. 4. ഭാഷയിലും ഭാഷാ വിജ്ഞാനീയങ്ങളിലും നൈപുണ്യം. 5. സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. 6. ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഈ ഭാഗമൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതൊക്കെ 5 മാർക്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ബാക്കി നോക്കൂ. സ്വഹാബത്തിലും താബികളിലും തബഉ താബികളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതരുണ്ടായിരുന്നു. 4 ഖലീഫമാർ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു,
അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ സ്വഹാബികളിൽ പ്രമുഖ മുജ്തഹിദുകളായിരുന്നു. പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്വകൾ നൽകി. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. അപ്പൊ ഇതോടെ ഈ പാഠം കഴിഞ്ഞു. ഈ പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. എന്താണ് ഇജ്തിഹാദ്? അതിന്റെ ഉത്തരം മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഗവേഷണം നടത്തുന്നവരായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് തിരുസുന്നത്ത്? അതിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. മൂന്നാമത്തെ ചോദ്യം, ഇജ്മാ എന്നാൽ എന്ത്? ഉത്തരം ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. നാലാമത്തെ ചോദ്യം, ഖിയാസ് എന്നാൽ എന്ത്? അതിന്റെ ഉത്തരം ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. അഞ്ചാമത്തെ ചോദ്യം, ആരാണ് മുജ്തഹിദ്? ഉത്തരം മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധി കണ്ടെത്തുന്ന പണ്ഡിതന്മാരാണ് മുജ്തഹിദുകൾ. ആറാമത്തെ ചോദ്യം, സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ആളുകളുടെ പേരെഴുതുക. നോക്കൂ. 1 അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു, 2 സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, 3 അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, 4 അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഈ പാഠത്തിൽ നമ്മൾ കുറച്ച് മുജ്തഹിദുകളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഏതെങ്കിലും 4 ആളുകളുടെ പേര് നിങ്ങൾ അവിടെ എഴുതുക. ഏഴാമത്തെ ചോദ്യം, എന്താണ് മദ്ഹബ്? ഉത്തരം മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. ഇനി നോക്കൂ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബ് ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. അതിൽ ഒന്നാമത്തത് മുജ്തഹിദിന്റെ യോഗ്യതകൾ. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം. അപ്പൊ ഈ പാഠത്തിൽ നമുക്കത് പഠിച്ചിട്ടുണ്ട്, നമുക്കത് എഴുതാം. അതിന്റെ ഉത്തരം നോക്കൂ. മുജ്തഹിദിന്റെ യോഗ്യതകൾ എന്ന് ഹെഡിങ് കൊടുക്കുക. 1 ഖുർആനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 2 ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 3 ഖിയാസിലും അതിന്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. 4 ഭാഷയിലും ഭാഷാ വിജ്ഞാനീയങ്ങളിലും നൈപുണ്യം. 5 സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. 6 ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. നക്തുബ് ഫിക്ര, അതിലെ രണ്ടാമത്തത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ യമൻ യാത്ര. നോക്കൂ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കുമെന്ന്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. തിരിച്ചടി അനുസരിച്ച് വിധിക്കും. മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും, ഞാൻ വീഴ്ച വരുത്തുകയില്ല. മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടിപ്പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർള റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതൻ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് സ്തുതി. നക്തുബ് ഫിക്ര, അതിലെ മൂന്നാമത്തത് സ്വഹാബികളുടെ ബനു ഖുറൈള യാത്ര. നോക്കൂ. അലാ ലാ യുസല്ലീന അഹദുനിൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. സ്വഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി. ബനു ഖുറൈളയിൽ എത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല. ചിലർ പറഞ്ഞു. ചിലർ നിസ്കരിച്ചു.
ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈലയിൽ എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറഞ്ഞത്. ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. ഇരുവിഭാഗത്തിന്റെ തീരുമാനത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് അവിടെ എഴുതേണ്ടത്? തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുബയ്യിനു സിയാഖ്, അതായത് സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. അല ലാ യുസല്ലീന അഹദുനിൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. സ്വഹാബികൾ ബനു ഖുറൈലയിലേക്ക് യാത്ര തുടങ്ങാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞതാണിത്. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തത് അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂല റസൂലില്ലാഹി ലിമാ യർള റസൂലുള്ളാഹ്. ഇത് ആര് ആരോട് പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെല്ലാം അദ്ദേഹം വ്യക്തമായ മറുപടി പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നശ്റഹുൽ മഅന, സാരം എഴുതാനുള്ളതാണ്. 1. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. അപ്പൊ അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അടുത്ത പ്രവർത്തനം തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ 1. ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ ഞാനിവിടെ പ്രസംഗ രൂപത്തിലൊന്നല്ല ഇതിന്റെ ഉത്തരവിടെ നൽകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ കുറച്ച് പോയിന്റുകൾ നൽകുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രസംഗമായിട്ട് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നോക്കൂ, ഇജ്തിഹാദ് അനിവാര്യമാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇപ്രകാരം ഗവേഷണം നടത്തുന്നവരായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതാണ് ഇജ്തിഹാദ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് ഖുർആനും ഹദീസും നമ്മുടെ കൈവശമുണ്ടെങ്കിലും പല കാര്യങ്ങളും പ്രത്യക്ഷമായി അവയിൽ വ്യക്തമാക്കിയിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ വ്യാപകാർത്ഥമുള്ള പ്രയോഗങ്ങളിൽ നിന്നും അവ കണ്ടെത്തുകയാണ് വേണ്ടത്. രണ്ടിന്റെയും ബാഹ്യപ്രയോഗങ്ങളിൽ നിന്ന് അവ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ വിധികൾ കണ്ടെത്താൻ ഇജ്തിഹാദ് മാത്രമാണ് വഴി. ഖുർആനിലും ഹദീസിലും വിധി വ്യക്തമാക്കാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ഗവേഷണം നടത്തി വിധി കണ്ടെത്തേണ്ടതിനാൽ അതിന് കഴിവുള്ള മുജ്തഹിദുകളെ അനുസരിക്കുകയാണ് വേണ്ടത്. വിധി കണ്ടെത്താൻ മുജ്തഹിദ് നടത്തുന്ന പ്രക്രിയയാണ് ഖിയാസ്. തെളിവുകളിൽ കാണുന്ന വൈരുദ്ധ്യം മൂലവും ചില സമയങ്ങളിൽ ഇജ്തിഹാദ് നടത്തേണ്ടി വരും. ചില വിഷയങ്ങളിൽ തെളിവുകൾ പരസ്പരം എതിരായ രൂപത്തിൽ കാണാം. ഇവിടെ 2 തെളിവുകളും ശരിയാണെങ്കിലും രണ്ടിലൊന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പാണ് ഇജ്തിഹാദ്. ഇജ്തിഹാദ് നടത്തുന്ന മുജ്തഹിദിന് കുറെ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. സാധാരണ ജനങ്ങൾക്ക് അതൊരിക്കലും സാധ്യമല്ല. ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ പ്രസംഗ രൂപത്തിൽ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇനി നോക്കൂ, തഹ്സീസിലെ രണ്ടാമത്തെ പ്രവർത്തനം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആ പ്രവർത്തനം നോക്കൂ. സ്വഹാബികളിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. ബുദ്ധി കൂർമ്മതയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിപ്പിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക കാര്യങ്ങളിൽ അഗാധ ജ്ഞാനം മാത്രമല്ല, ചിന്താശേഷിയും ദീർഘദൃഷ്ടിയുമുള്ള ആളായിരുന്നു മഹാൻ. ഇത് കണ്ടറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് തിരഞ്ഞെടുത്തത് മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്ര അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹവും നടത്തിയ സംഭാഷണം ഇസ്ലാമിക പ്രബോധനത്തിന്റെയും പ്രമാണ സ്വീകരണത്തിന്റെയും അടിസ്ഥാന സമീപന രീതിയായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എപ്പോഴും ആളുകൾ ഉണ്ടാവുമായിരുന്നു. ആളുകളുടെ താല്പര്യപ്രകാരമല്ലാതെ
അനാവശ്യമായി അദ്ദേഹം ഒട്ടും തന്നെ സംസാരിച്ചിരുന്നില്ല. വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴും ശേഷവും അതുല്യമായ വിജ്ഞാന നഭസായി തിളങ്ങിയ പ്രഗത്ഭ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത്യുദാരനായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. തന്റെ അടുക്കലേക്ക് വരുന്ന ഒരാവശ്യക്കാരെയും അദ്ദേഹം വെറും കൈയോടെ മടക്കി അയച്ചിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം സിറിയയിലേക്ക് ഹിജ്റ പോവുകയും കുറച്ചു കാലത്തിനു ശേഷം അവിടുത്തെ ഗവർണർ പദവി ഏൽക്കുകയും ചെയ്തു. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയായി. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.